അപ്പോൾ നമസ്കാരം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേശേ എന്താണ് ഹായ് പറയൂ. അപ്പോൾ പൊക്കിയാട്ടോ വെച്ചോ. നമ്മൾ ഇന്നലെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നില്ലേ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാണാം. എന്നുവെച്ചാൽ ഇന്നലെ നമ്മൾ കുറേ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റമൊക്കെ. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഫുൾ സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് 2 VN ഉണ്ട് കേട്ടോ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ. നല്ല ടയറ്, நிறைய ഫുൾ സെൻസർ കാര്യങ്ങളൊക്കെയാണ്. ദേശം ഒന്ന് താത്തിക്കും. എന്താ സെറ്റപ്പ് ഇത് നമ്മൾ ഇന്നലെ മൊത്തം കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് കാണാം, ഒന്നും കൂടി കാണാം. ഏകദേശം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചെടുത്ത് ആണ് അതിൻ്റെ ഫ്രണ്ട് അങ്ങനെ വരുന്നത്. ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചോണ്ട് ഏകദേശം അതേപോലെ അപ്പുറത്തെ സൈഡും പോകും കേട്ടോ. ഇതാണ് ജർമ്മൻ ടെക്നോളജി. ഏകദേശം ഒന്നും കൂടി തിരിച്ച് കാണിച്ചെടുത്തേ. ഉണ്ടോ പോകുന്നുണ്ടോ വരുന്നുണ്ടോ? ഇങ്ങനെയാണ് സെറ്റപ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ പല്ല് എന്ന് പറയും മറ്റുള്ള സിസ്റ്റം. പിന്നെ വണ്ടിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ബാറ്ററി കാണിച്ചു കൊടുത്തത്. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ വലിയ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. ഫുൾ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ. ബാറ്ററി ആ ലൈറ്റ് കത്തുന്നത് വെള്ളത്തിൻ്റെ ഇത് കാണുന്നതാണ്. വെള്ളത്തിൻ്റെ ലെവല്, വെള്ളത്തിൻ്റെ ബാറ്ററി വാട്ടർ താണ് കഴിഞ്ഞാൽ അത് റെഡ് കത്തും. ഇതാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. ഇതാണ് വണ്ടി. മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ജങ്കൻ റിച്ചാണ് കമ്പനി ഇതിൻ്റെ. ബാക്കിൽ ഒരു ടയറേ ഉള്ളൂ, ഒറ്റ ടയർ. അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലെ, ഇതാണ് ബാക്കിലെ ടയർ. ഓക്കെ, ഇതാണ് ഫുൾ വണ്ടിൻ്റെ VN-ൻ്റെ ആണ് ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് വണ്ടി. ഏണ്ടും ജർമ്മനാണ്. ഇത് കുറച്ച് പഠിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെയൊക്കെ ബാക്കി വീഡിയോസെല്ലാം നമ്മൾ ചെയ്തായിരുന്നു. ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഈ സാധനം പൊക്കിക്കിടന്നത് കൊണ്ടാണ് ഇവിടെ നമുക്കത് ഇങ്ങനെ ഒരു ചിഹ്നം നമുക്കിവിടെ കാണിച്ചത്. ഇങ്ങനെ ഒരു ചിഹ്നം അതിങ്ങനെ അത് പൊക്കി നിന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. എന്താ അപ്പോൾ നമ്മളത് നടക്കുമ്പോൾ ആ ചിഹ്നം പോകുന്നത് കാണാം. പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു, അതാണ് ആ ഷൂവിൻ്റെ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ അത് പോവും. വണ്ടി നീങ്ങും വരെ അത് ചവിട്ടിക്കഴിഞ്ഞാലേ പോകും. ബാക്കിയെല്ലാം നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. ഇതൊക്കെയാണ് ഈ വണ്ടീൻ്റെ പ്രത്യേകതകൾ അല്ലേ ഇതേശേ? അപ്പോൾ ഇതേശേ നമ്മൾ ഈ VN-നെ പറ്റി എനിക്കെന്താ അഭിപ്രായം? ഫസ്റ്റ് സേഫ്റ്റി നല്ലതാണ്, ഒന്നും പേടിക്കാനില്ല. ഇരുന്ന് നല്ല പാങ്ങിൽ ചെയ്ത് നമുക്ക് കാർഗോസൊക്കെ ഇറക്കാം. വണ്ടിൻ്റെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പോയി ട്രെയിനിങ് കിട്ടി സിസ്റ്റത്തിലാണ് അതിൻ്റെ മറ്റു പരിപാടിയൊക്കെ. ഫുൾ ചെക്കിങ്ങും കാര്യമൊക്കെ ആണ് ഇതിൻ്റെ റിപ്പയറിങ്. സിസ്റ്റത്തിൽ നോക്കിയിട്ട് എവിടെയാണ് ഇതിൻ്റെ എററും കാര്യങ്ങളൊക്കെ അറിയുന്നത്. വീണ്ടും ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. വീണ്ടും ചെക്ക് ചെയ്യുന്നു. ലൈനിൽ കയറി ഇതിൻ്റെ സെൻസറൊക്കെ മറ്റേ മെയിൻ്റെനൻസ് നോക്കുകയാണ്. അത് ലാപ്ടോപ്പിൽ അവർ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ കിട്ടാൻ. അപ്പോൾ ചെക്ക് ചെയ്യുകയാണ്.
പിന്നെ ഇന്നത്തെ നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനിയാണ് കാർഗോ കൊണ്ടുപോകുന്നത് നേരെ മുകളിലേക്ക്. ഏറ്റവും ടോപ്പിലാണ് കാർഗോ ഇടുന്നത്. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഒക്കെ കാർഗോ അവിടെ വെച്ചിരിക്കുന്നു. ഇനി ആ കാർഗോ ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കിയാണ് ഇവിടെ. ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മളെ കമ്പനീൻ്റെ ഫസ്റ്റ് ഓപ്പറേറ്റർ. എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മളെ ഓപ്പറേറ്ററാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടീൻ്റെ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ കിട്ടുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ നൽകുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ